ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. പാലും പാൽപ്പൊടിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് പേടയുടെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് അരിപ്പൊടി തന്നെയാണ്. ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും ചെറു തീയിലിട്ടിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. വളരെ കുറഞ്ഞ സമയം മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായത് അരിപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന രീതിയിൽ, കളറൊന്നും മാറിപ്പോകാതെ വളരെ കുറഞ്ഞ സമയം ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിനകത്തോട്ടേക്കൊന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1-2 ടീസ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അത്യാവശ്യം കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതും വളരെ കുറഞ്ഞ അളവേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടും ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്കിതിലോട്ടേക്ക് കുറച്ച് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1/2 കപ്പ് പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് അളവ് വരുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഉരുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ശർക്കര ആയതുകൊണ്ട് തന്നെ കല്ലും തരികളൊക്കെ ഉണ്ടാകും. അരിച്ചെടുത്തിട്ട് അതേ പാനിനകത്തോട്ടേക്ക് തന്നെ നമുക്ക് തിരിച്ചൊഴിക്കാം. ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 1-2 മിനിറ്റെങ്കിലും ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒത്തിരി സമയം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം നല്ലതുപോലെ കുറക്കുക. ചെറു തീയിലിട്ടിട്ട് ഇതിലോട്ടേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചെറിയതായിട്ട് ഫസ്റ്റ് ഒരു തിള വരില്ലേ, ആ ഒരു സമയം വരെ മാത്രം ചെയ്തെടുത്തിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് തന്നെ വെക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ചെറു തീയിലിട്ടിട്ട് അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരയൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മിക്സായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ കശുവണ്ടി പരിപ്പും ഇത്രയും ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെറു തീയിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോകും. പിന്നെ കഴിക്കാനൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറു തീയിലിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഡ്രൈ ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നല്ല ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് തവി വെച്ചിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കട്ട പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ എപ്പോഴും ആ പാനിലിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം കയ്യിൽ വെച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാകുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നമ്മൾ സാധാരണ പേട തയ്യാറാക്കി എടുക്കുന്ന ഷേപ്പിൽ, കുട്ടികൾക്ക് കാണാൻ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഇതുപോലെ കണ്ടില്ലേ, നമ്മൾ ലഡുവൊക്കെ ചെയ്തെടുക്കുന്ന ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുക്കീസ് കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൻ്റെയൊക്കെ അടപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതായത് എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിൽക്ക് പേട വളരെ സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി കാണാനൊക്കെ ആ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എള്ള് ഇതുപോലെ ചേർക്കുന്നുണ്ട്. എള്ളിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ചെടുത്തല്ലോ, ആ സമയത്ത് എള്ളും നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നല്ല രുചിയാണ്. ഞാൻ ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു എള്ളൊക്കെ അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പാൽപ്പൊടിയും പാലും വെച്ചിട്ടുള്ള പേട തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്.
അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കർണാടക, തമിഴ്നാട്, അതുപോലെ ആന്ധ്രാപ്രദേശ് ഭാഗത്തൊക്കെ ക്ഷേത്രങ്ങളിൽ പോലും പ്രസാദമായിട്ടൊക്കെ കൊടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മധുരം തന്നെ പറയാം. കാരണം നമ്മൾ ഇതിനകത്ത് അരിപ്പൊടിയും ശർക്കരയും തേങ്ങാപ്പാലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പാൽപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും കുട്ടികൾക്കൊക്കെ ഒത്തിരി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നല്ല ശരിക്കും കണ്ടില്ലേ, നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ല സോഫ്റ്റ് വലിഞ്ഞിരിക്കുന്ന ഒരു പാകമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.